നമസ്കാരം. ഞാനിന്ന് സംസാരിക്കുന്നത് എനിക്കറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സഖാവിന് വേണ്ടിയാണ്. കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സുജിത് കൊടക്കാട്. അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, ഒരു ബ്ലോഗറാണ്. എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അധ്യാപകനാണ്, നല്ല ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മോശം അഭിപ്രായം എവിടെയും കിട്ടിയില്ല. അത് മാത്രമല്ല, ഈ ആരോപണത്തിന് പിന്നിൽ ഇതൊരു ലൈംഗിക ആരോപണമാണ്. അതായത് ഒരു പീഡന ആരോപണമാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല, പക്ഷേ പാർട്ടിയിൽ പരാതി കിട്ടി. പാർട്ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തരം താഴ്ത്തി, പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിട്ടേക്കാണ്. പക്ഷെ ഒരു മേഖലയിൽ മുഴുവൻ അദ്ദേഹത്തെ ഒരു പീഡന വീരനായിട്ട് അറിയപ്പെടുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ ചാനലിൽ ഡിഫറെന്റ് ആംഗിൾസിൽ ഇതിനു മുമ്പ് പല വിഭാഗം വ്യക്തികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഹ്യൂമൻ കാറ്റഗറികളെ കുറിച്ച്, അവരുടെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച്, എന്തൂസിയാസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേറ്ററെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ലോയലിസ്റ്റിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അധ്യാപകൻ. ഒരല്പം ലോയലിസവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തമാശകൾ പറഞ്ഞേക്കാം, അധ്യാപനത്തിൽ ഓക്കെ ആയേക്കാം, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു എഴുത്തിൽ ഒക്കെ ശോഭിച്ചേക്കാം. പക്ഷെ പീഡനത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും അത് അത്ര കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന് സാധ്യത ഇല്ലാത്ത ഒരു വിഭാഗമാണ് അദ്ദേഹം. സൈക്കോളജിക്കലിയാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം 1-2 ദിവസമായി സംസാരമായിട്ട്, പാർട്ടിയിലും നേരത്തെയൊക്കെ സംസാരമായതാണ്. ഞാൻ ഈ വിഷയം അറിഞ്ഞതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ അല്പം അന്വേഷിക്കും, നന്നായി അന്വേഷിച്ച് അതിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. കാരണം ഇൻ കേസ് അവരൊരു പ്രതിയാണ് എന്നുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചെയ്ത ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൂട്ടിക്കൽ ജയചന്ദ്രൻ, സിനിമാ നടനും നേരത്തെയുള്ള TV ചില സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള കൂട്ടിക്കൽ ജയചന്ദ്രൻ, അദ്ദേഹം ഇന്നൊരു പോക്സോ കേസിൽ പ്രതിയായിട്ടാണ് നിൽക്കുന്നത്. സത്യത്തിൽ 100% വ്യാജ പോക്സോയാണത്. അത് പൂർണ്ണമായും എനിക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അതിന്റെ കഥകൾ മനസ്സിലായാൽ, ആ പോക്സോ വന്ന വഴി മനസ്സിലായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് നിയമവൃത്തങ്ങൾക്കും പോലീസുകാർക്കും ഒക്കെ അതറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ. വിശേഷിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് നിർബന്ധമാണ്, ജാമ്യം കുറച്ച് വൈകിയേ കിട്ടുള്ളൂ. അതൊക്കെ നിയമത്തിന്റെ ഓരോ നൂലാമാലകൾ. ആ പോക്സോ എന്ന് പറയുന്ന ഒരു വകുപ്പിന്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പീഡനവും കാര്യങ്ങളും. അത്തരത്തിലുള്ള വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും ആഘോഷമാണ്. പ്രത്യേകിച്ച് ഒരു CPM പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ മറുഭാഗം എടുത്തിട്ട് അലക്കും. എനിക്ക് അലക്കാൻ തോന്നുന്നില്ല. ഞാൻ എപ്പോഴും CPMനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സഖാവ് പിണറായി വിജയനെ തരം കിട്ടുമ്പോഴൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. KB ഗണേഷ് കുമാറിനെയും അത്യാവശ്യം തരക്കേടില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവർ സമൂഹത്തിന് എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഇപ്പൊ പറയും, ഇയാള് തള്ളാണല്ലോ. തള്ളല്ല, നിങ്ങൾ എൻ്റെ വീഡിയോകൾ കണ്ടാൽ അതാണ് മനസ്സിലാക്കുക. പക്ഷേ എൻ്റെ പ്രേക്ഷകരിൽ പലരും, എൻ്റെ വീഡിയോ കാണുന്ന പലരും ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോയിൽ അതിൻ്റെ ഞാൻ വിമർശനമോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നതോ ഒക്കെ കണ്ടിട്ട് തെരുവിളിച്ചു പോകും എന്നുള്ളത് വാസ്തവമാണ്. അവർ മറ്റു വീഡിയോകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അപ്പൊ പറഞ്ഞു വന്നത് സുജിത് കൊടക്കാടിനെ കുറിച്ചാണ്. സുജിത് കൊടക്കാട് എനിക്കറിയാവുന്നിടത്തോളം, അതായത് ഞാൻ മനസ്സിലാക്കിയ സൈക്കോളജി അനുസരിച്ചോളം, അദ്ദേഹം ഒരു 60% ഇൻവെസ്റ്റിഗേറ്ററും അതിന്റെ കൂട്ടത്തിൽ ഒരല്പം എന്തൂസിയാസ്റ്റുമാണ്. ഇത് രണ്ടും കൂടിയുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ബോധമുള്ള ആളായിരിക്കും. ഒരു എന്താ പറയുക, എഴുത്ത് മേഖലയിൽ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലയിൽ അല്പം ബോധമുള്ള ഒരാളായിരിക്കും. അതേസമയം രസികനുമായിരിക്കും. അതായത് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു മോശം പ്രവൃത്തി, ഏതെങ്കിലും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരം ഒരു കാറ്റഗറി അല്ല, അൺറെഡീംഡ് അല്ല. അൺറെഡീംഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മോശം ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം അധ്യാപന വൃത്തി തിരഞ്ഞെടുക്കില്ല. അവർ മറ്റു പല മേഖലയിലേക്കാണ് പോണത്. അപ്പോൾ ഒരു അധ്യാപന മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇൻവെസ്റ്റിഗേറ്റർ ഒരിക്കലും ചെയ്യാത്ത ഒരു കുറ്റത്തെയാണ് അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാൻ പറ്റും, ഈ പരാതിക്ക് അടിസ്ഥാനം മറ്റെന്തോ കാര്യമാണ്. അത് പാർട്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ പടലപ്പിണക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാം.
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളുമായി തർക്കങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തർക്ക വിതർക്കങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് അല്ലാതെ തന്നെ എന്തെങ്കിലും പിണക്കങ്ങളോ കാര്യങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ഏതോ വിഷയത്തിൽ ഉണ്ടായി വന്നതാണ് ഈ പീഡനം. ഇപ്പൊ എളുപ്പമാണ് എല്ലാവരും ഒതുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പീഡന കേസോ പോക്സോ കേസോ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒതുങ്ങിക്കോളും. പിന്നെ ഞാൻ എന്തിനാണ് സുജിത് കൊടക്കാടിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റർ കാറ്റഗറി ആയതുകൊണ്ട് സ്ട്രെസ് താങ്ങാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. ആ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ വന്നാൽ അദ്ദേഹത്തിന്റെ ജീവന് പോലും ഒരുപക്ഷെ അപകടമായേക്കാം. അദ്ദേഹം എത്ര വലിയ ആളായിക്കോട്ടെ, ഏത് ലെവലിലുള്ള ആളായിക്കോട്ടെ, എങ്ങനെയുള്ള ആളായാലും സ്ട്രെസ് താങ്ങാതെ വന്നു കഴിഞ്ഞാൽ ജീവൻ അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കണം, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പാലനാട്ട് ശ്രീകുമാർ, അതേപോലെ ഡിവൈഎസ്പി ഹരികുമാർ, അതുപോലെ ഈ അടുത്ത കാലത്ത് ധാരാളം പേർ. ഡിവൈഎസ്പി ഹരികുമാർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഞാൻ ലേഖനം എഴുതിയതാണ് സൂക്ഷിക്കണമെന്നുള്ളത്. അതേപോലെ ഡിവൈഎസ്പി കെ രവീന്ദ്രൻ സാറിനെ ഞാൻ വീട്ടിൽ പോയി കൗൺസിലിംഗ് ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡായി വീട്ടിലിരിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അങ്ങോട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു വിഭാഗത്തെ നമ്മൾ ആരോപിക്കുമ്പോൾ എല്ലാം താങ്ങാൻ ശേഷിയുള്ള ഒരാളായിക്കൊള്ളണമെന്നില്ല അവർ. ഒരുപക്ഷെ അതിജീവിച്ചേക്കാം, അത് അത്യപൂർവമാണ്. നേരെ മറിച്ച് ഈ ആരോപണം വരുന്നത് ഒരു ചലഞ്ചറുടെ മുന്നിലേക്കാണ് വരുന്നത്. ബോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടക്കും. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ നടക്കാൻ കഴിയില്ല. എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല, എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിലില്ല, അത്തരത്തിൽ യാതൊരുവിധ വിവരങ്ങളും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം ഈ പീഡന ആരോപണത്തിൽ പാർട്ടി അച്ചടക്ക നടപടിയൊക്കെ എടുത്തു, അതൊക്കെ അത് അവർക്ക് കിട്ടിയ പരാതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഈ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും. ആ പ്രദേശത്തുള്ള മാന്യ സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കമന്റായോ ഒക്കെ രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ ഉപകാരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.